7 വിഭാഗത്തിന് ആ സൗഭാഗ്യം അള്ളാഹു നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. എത്ര വിഭാഗം? 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണലുണ്ടാവും. അതാരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. പറ്റാവുന്നതുപോലെ ആ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള ശ്രമങ്ങൾ നമുക്ക് നടത്തുകയും ചെയ്യാം. ഈ മജ്ലിസ് അല്ലാഹു അതിനൊരു നിമിത്തമാക്കി തരട്ടെ. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, നബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, സബ്അത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. 7 വിഭാഗം ആളുകൾ, അവർക്കല്ലാഹു അവന്റെ തണൽ നൽകുമല്ലോ. അന്നത്തെ തണലിന്റെ പ്രത്യേകത യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു, അല്ലാഹുവിന്റെ തണലല്ലാത്ത യാതൊരു തണലുമില്ലാത്ത മഹ്ശറയിൽ 7 വിഭാഗത്തിന് അല്ലാഹു അർശിന്റെ തണൽ നൽകുന്നതാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണമേ അല്ലാ, ഭാഗ്യം നൽകണമേ അല്ലാ. സഹോദര സഹോദരി ശ്രദ്ധിക്കണം. ഏതാണ് ആ 7 വിഭാഗമെന്ന് കേൾക്കണ്ടേ? ഒന്നാമതായി മുത്ത് റസൂല് പറയുകയാണ്, ഇമാമുന്നാദിലുൻ, ഇമാമുന്നാദിൽ, നീതിമാനായ നേതാവ്, നീതിമാനായ ഭരണാധികാരി ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ ആ ഉത്തരവാദിത്വം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ഭംഗിയായി നിറവേറ്റുന്നവരാൻ. ഒരു ഉത്തരവാദിത്വം അതെന്താണെങ്കിലും ഏറ്റെടുത്താൽ ഏറ്റെടുത്തത് മുതൽ അത് ഭംഗിയായി പൂർത്തീകരിക്കുന്നവർ, അവർക്ക് അർശിന്റെ തണൽ ലഭ്യമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരക്കാരോട് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടാണ്. ഭരണാധികാരികൾക്കൊക്കെ അത് ബാധകമാണ്. നീതിമാന്മാരായ ഭരണാധികാരികൾ അവര് നീതി പുലർത്തുന്നുവെങ്കിൽ നാളെ അവരായിരിക്കും എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നവർ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നാ ഹബ്ബന്നാസി ഇലല്ലാഹി യൗമൽ ഖിയാമ, ഖിയാമനാളിൽ അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജനങ്ങൾ, വഖറബഹും മിൻഹു മജ്ലിസാ, ജല്ല ജലാലായ റബ്ബിനോട് ഏറ്റവും അടുത്തിരിക്കുന്നവർ ഇമാമുന്നാദിൽ, നീതിമാനായ ഭരണാധികാരിയാണ്. അഥവാ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അത് ഭംഗിയായി നിറവേറ്റുന്നവരാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചെറിയ ഉത്തരവാദിത്തല്ലേ, അതിന്നെ ഏൽപ്പിച്ചു എന്ന് കരുതി അത് പത്ര വലിയൊരു സംഗതിയാണോ എന്ന് ചോദിക്കണ്ട. എത്ര ചെറിയ ഉത്തരവാദിത്തങ്ങളാണെങ്കിലും നമ്മളൊക്കെ പലപ്പോഴും പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്നവരാണ്. എത്ര ചെറിയ ഉത്തരവാദിത്തമാണെങ്കിലും ഏറ്റെടുത്താൽ നമ്മൾ ആ വിഷയത്തിൽ അതിൻ്റെ ഭരണാധികാരിയായി മാറി പിന്നത് ഭംഗിയായി നിറവേറ്റേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി പറയുന്നുണ്ട്, എൻ്റെ ഉമ്മത്തിൻ്റെ ഒരു കാര്യം ഒരാൾ ഏറ്റെടുത്തു, ഖല്ലത് ഔ കഫറത്, അതൊരു ചെറിയ വിഭാഗത്തിൻ്റെതാവട്ടെ അല്ലെങ്കിൽ വലിയ വിഭാഗത്തിന്റെ ഉത്തരവാദിത്തമാവട്ടെ, ഒരാൾ ഏറ്റെടുത്തു, ഫലം യഅദിൽ ഫീഹിം, എന്നിട്ട് അവരിൽ അയാൾ നീതി കാണിച്ചില്ലെങ്കിൽ കബ്ബഹുല്ലാഹു അലാ വജ്ഹിഹി ഫിന്നാർ, മുഖം കുത്തി നരകത്തിലേക്ക് വീഴുന്ന വിധത്തിൽ അല്ലാഹു അവനെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ, എന്ത് ഉത്തരവാദിത്തങ്ങളാണെങ്കിലും ഏറ്റെടുത്താൽ അത് ഭംഗിയായി നിറവേറ്റാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ അല്ലാഹ്. ഇന്നിപ്പോ പൊതുവെ ഈ സ്ഥാനത്തോടൊക്കെ ആളുകൾക്ക് വലിയ ആർത്തിയാണ്. ഏത് മേഖലയിലാണെങ്കിലും സ്ഥാനമാനങ്ങളോട് മനുഷ്യന് വലിയ ആർത്തിയാണ്. ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ പേടിക്കണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, മൻ വല്ലാഹുല്ലാഹു ശൈഅൻ മിൻ ഉമൂരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ഒരാളെ അള്ളാഹു ഏൽപ്പിച്ചു, എന്നിട്ട് അയാൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു, ഫഹ്തജബ ദൂന ഹാജതിഹിം, ആ വിഷയത്തിൽ വേണ്ടതുപോലെ ഉത്തരവാദിത്വം നിറവേറ്റാതെ അയാൾ വീഴ്ച വരുത്തി. അതായത് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്,
ആ ഒരു വിഷയത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ ആവശ്യമായ ചർച്ചകൾ അയാൾ നടത്തിയില്ല, അതിനുവേണ്ട പ്രവർത്തനങ്ങൾ അയാൾ കാഴ്ചവെച്ചില്ല. എന്നാൽ ഇഹ്തജബല്ലാഹു ദൂന ഹാജതിഹി വഫഖിരിഹി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ഇവന്റെ ആവശ്യങ്ങളൊന്നും നിറവേറ്റാതെ എല്ലാ അനുഗ്രഹങ്ങളും അവൻ അല്ലാഹു തടഞ്ഞു വെക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും നല്ലതെന്താണെന്നറിയോ? നിറവേറ്റാൻ കഴിയൂലെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കലാണ്. നിറവേറ്റാൻ കഴിയൂലെങ്കിൽ ഒരു കാര്യം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അത് ഭംഗിയായി നിറവേറ്റാൻ കഴിയൂലെങ്കിൽ അത് ഏറ്റെടുക്കലാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ദുനിയാവിലും കുഴങ്ങും, ആഖിറത്തിലും കുഴങ്ങും. മിഅ്റാജിന്റെ രാവിൽ പല കാഴ്ചകൾ ഞാൻ കണ്ട കൂട്ടത്തിൽ ഒരു കാഴ്ച എന്താണെന്നറിയോ? റസൂലുള്ളാഹി പറയുന്നുണ്ട്, ലമ്മ ഉരിജബി മറർത്തു ബി റജുലിൻ. ആ മിഅ്റാജിന്റെ രാവിൽ ഒരു ആളുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി. അയാൾ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഖദ് ജമഅ ഹുസ്മതൻ അളീമതൻ. അയാൾ ഒരുപാട് വലിയ വലിയ വിറകിന്റെ കെട്ടുകൾ ശേഖരിച്ചിട്ടുണ്ട്. വിറകിൻ കെട്ടുകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നു. എന്നിട്ടത് ചുമക്കാൻ അയാൾ പരിശ്രമം നടത്തുന്നു. പക്ഷെ അയാൾക്കത് ചുമക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് ചാട്ടവാറുകൊണ്ട് മലക്കുകൾ അയാളെ അടിക്കുന്നു. എടാ ചുമക്കടാ അത് എന്ന് നിർബന്ധിക്കുന്നു. അപ്പോഴും അയാൾ വീണ്ടും അത് ചുമക്കാൻ ശ്രമിക്കുന്നു, ചുമക്കാൻ കഴിയുന്നില്ല. എന്നാലും അയാൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? വീണ്ടും വിറകുകൾ ശേഖരിക്കുകയാണ്. അതിനിടയിലും അയാൾ വീണ്ടും ഇപ്പോൾ ശേഖരിച്ച വിറക് തന്നെ ചുമക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. അതിനിടയിൽ അയാൾ വീണ്ടും വിറകുകൾ ശേഖരിക്കുകയാണ്. അപ്പോൾ മലക്കുകൾ അയാളെ വീണ്ടും അടിക്കുന്നു. ഈ രംഗം കണ്ടപാടെ ഞാൻ ചോദിച്ചു, മാഹാദാ യാ ജിബ്രീൽ, എന്താണ് ജിബ്രീലേ ഇത്? ഈ വിഭാഗത്തിന് ഈ വിറകിന്റെ കെട്ട് ചുമക്കാൻ കഴിയുന്നില്ലല്ലോ. അവര് പരമാവധി ചുമക്കാൻ നോക്കുന്നു, പക്ഷേ സാധ്യമാകുന്നില്ല. അതിനിടയിൽ അവർക്ക് ശക്തമായ അടിയേൽക്കുകയാണ്. ആ സമയത്തും അവര് വീണ്ടും വിറകുകൾ ശേഖരിക്കുകയാണ്. ആരാണ് ഈ കൂട്ടരെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി, നബിയേ, ഹാദർ റജുലു മിൻ ഉമ്മത്തിക, ഇത് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ചില ആളുകളാണ്. യകൂനു അലൈഹി അമാനാത്തുൽ ലിന്നാസ് ലാ യഖ്ദിറു അലാ ദാഇഹാ. ഈ മനുഷ്യൻ പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തിരുന്നു. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നല്ലാതെ അത് നിറവേറ്റാൻ അയാൾ സന്നദ്ധനായില്ല. അധികാരത്തോട് മോഹം വെച്ച് ഉത്തരവാദിത്വം ഏറ്റെടുത്തതാണ്. അത് പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ അശ്രദ്ധനായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് റബ്ബിന്റെ കോടതിയിൽ ലഭിക്കുന്ന ശിക്ഷകളിൽ ഒരു ശിക്ഷയാണിതെന്ന് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചുമതല ഏൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര ബേജാറായിരുന്നു. ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആവുക, സെക്രട്ടറി ആവുക, ഡയറക്ടർ ആവുക, ചെയർമാൻ ആവുക, കൺവീനർ ആവുക, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. അതൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ്. ഇന്ന് പൊതുവെ അതിനു വേണ്ടിയുള്ളൊരു മത്സരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻഗാമികൾക്കത് വലിയ പേടിയായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എൻ്റെ ശേഷം ഖലീഫയാകണമെന്ന് കൃത്യമായി റസൂലുള്ളാഹി സൂചന നൽകിയതാണ്. എന്നാൽ പോലും റസൂലുള്ളാഹിന്റെ ശേഷം ആ ഖലീഫയായി ചുമതലയേറ്റ ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടി കരയുകയായിരുന്നു, വിഷമിച്ച് കരയുകയായിരുന്നു. തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിങ്ങനെയാണ്, അയ്യുഹന്നാസ് ഇന്നമാ അന മുത്തബിഉൻ വലസ്തു ബിമുബ്തദിഇൻ ഫഇൻ അഹ്സൻതു ഫഅഈനൂനി വഇൻ നസഅതു ഫഖവ്വിമൂനി അന ബശറുൻ വലസ്തു ബിഖൈരിൻ മിൻ അഹദികും ഫറഊനി. നോക്കണം, ശ്രദ്ധിക്കണം. ഖലീഫയായ ആദ്യഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇന്നമാ അന മുത്തബിഉൻ, ഞാൻ അള്ളാന്റെ റസൂലിന്റെ ചര്യകൾ പൂർണ്ണമായും സ്വീകരിച്ച് അത് പിൻപറ്റി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതാണ്. വലസ്തു ബിമുബ്തദിഇൻ, ബിദ്അത്തിന്റെ ഒരു പ്രവർത്തനങ്ങളും എന്നിൽ നിന്നുണ്ടാവില്ല.
ഞാനായി സ്വന്തമായി ഒന്നുമേ ഉണ്ടാക്കുകയില്ല. അതുകൊണ്ട് എൻ്റെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഫഇൻ അഹ്സൻതു ഫഅഈനൂനി, ഞാൻ നേരായ മാർഗത്തിലൂടെയാണ് യാത്ര പോകുന്നതെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കണം. അല്ല വഇൻ അസൽതു, ഇനി വല്ല തിന്മയും എന്നിൽ നിങ്ങൾ കണ്ടാൽ ഫഖവ്വിമൂനി, എന്നെ നേരെയാക്കേണ്ടത് നിങ്ങളാണ്. വല്ല തിന്മയും എന്നിൽ നിന്ന് കണ്ടാൽ, മുത്ത് റസൂലിന്റെ ചര്യക്കെതിരായ ഏതെങ്കിലും ഒരു പ്രവർത്തനം എന്നിൽ നിന്ന് നിങ്ങൾ കണ്ടാൽ ഫഖവ്വിമൂനി, നിങ്ങളാണ് എന്നെ ശരിയാക്കേണ്ടത്. അന ബശറുൻ, അറിയാലോ നിങ്ങൾക്ക്, ഞാൻ കേവലം ഒരു മനുഷ്യൻ മാത്രമാണ്. വലസ്തു ബിഖൈരിൻ മിൻ അഹദിക്കും, നിങ്ങളിൽ ആരെക്കാളും ഒരു മഹത്വമുള്ള ആളൊന്നുമല്ല ഞാൻ. ആരാ പറയുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നിങ്ങളെക്കാൾ പ്രത്യേകിച്ച് മഹത്വമുള്ള ആളൊന്നുമല്ല ഞാൻ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഫറാഊനി, എന്നെ നേരായ മാർഗത്തിൽ ചലിപ്പിക്കേണ്ടത് നിങ്ങളാണ്. ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ കൂട്ടത്തിൽ ചിലർ ചിന്തിക്കുന്നുണ്ടാകും, നമ്മളൊക്കെ ഇപ്പോൾ ഒരു ദുർബലരല്ലേ, നമ്മളൊക്കെ നാട്ടിലെ പാവപ്പെട്ടവരല്ലേ, നമുക്കിപ്പോൾ ഖലീഫന്റെ അടുത്ത് പോകാൻ പറ്റുമോ, ഖലീഫയോട് കാര്യങ്ങൾ പറയാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങളിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം. എങ്കിൽ ഞാൻ തുറന്നു പറയുകയാണ്, വല്ലഈഫു ഫീകും ഖവിയ്യുൻ ഇൻദി, നിങ്ങളെ കൂട്ടത്തിൽ ദുർബലരെന്ന് നിങ്ങൾ വിചാരിക്കുന്നവരുണ്ടല്ലോ, അവരെന്റെ അടുക്കൽ ശക്തരാണ്, അവരെന്റെ അടുക്കൽ കരുത്തരാണ്. വൽ ഖവിയ്യു മിൻഹും ലഈഫുൻ ഇൻദി, അഹങ്കാരത്തോടുകൂടെ എല്ലാ കഴിവും പ്രാപ്തിയുമുള്ളവനാണ് ഞാനെന്ന വിശ്വാസത്തോടെ നടക്കുന്നവനുണ്ടല്ലോ, അങ്ങനെ വിചാരിക്കണ്ട, അവൻ ലഈഫുൻ ഇൻദി, എന്റെ അടുക്കൽ അവൻ ദുർബലനായിരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ഭരണാധികാരം ഏറ്റെടുത്ത ഉടനെ പൊട്ടി പൊട്ടി കരയുകയായിരുന്നു. ആദ്യമായിട്ട് പറഞ്ഞ വർത്താനം എന്താണെന്നറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. തൻ്റെ ആദ്യ പ്രസംഗത്തിൽ പറഞ്ഞ വർത്താനം എന്താണെന്നറിയോ? അഹബ്ബുന്നാസി ഇലയ്യ മർ റഫഅ ഇലയ്യ ഉയൂബി, അഹബ്ബുന്നാസി ഇലയ്യ, മനുഷ്യരെ നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ അത് മൻ റഫഅ ഇലയ്യ ഉയൂബി, എന്റെ ഐബുകൾ, എന്റെ ന്യൂനതകൾ, എന്റെ കുറവുകൾ, എന്റെ പോരായ്മകൾ ആരാണ് എന്നോട് വന്ന് പറയുന്നത്, അവരായിരിക്കും നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമുക്കിപ്പം അത് ചിന്തിക്കാൻ പോലും കഴിയൂല. നമ്മളെ ഭരണാധികാരികളെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളോട് പറയാണ്, നിങ്ങളെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ പോരായ്മകൾ എന്നോട് വന്ന് പറയുന്നവരാണ് എന്ന് പറഞ്ഞാൽ അവരോടുള്ളൊരു സമീപനം എന്തായിരിക്കും നമുക്ക്? അല്ലാഹുവേ, അങ്ങനെയല്ലല്ലോ നമ്മുടെ ഭരണാധികാരികൾ നമ്മൾ കാണുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഭരണാധികാരം ഏറ്റെടുത്തടനെ പൊട്ടിക്കരയാൻ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടതാണ്. റഅയ്തു ഉമറ അഖദ നബതം മിനൽ അർളി, ഭൂമിയിൽ നിന്നൊരു സസ്യം ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറിച്ചെടുത്തു. എന്നിട്ട് ഫഖാല, ഭരണാധികാരം ഏറ്റെടുത്ത ഉടനെ ആ സസ്യം പറിച്ചെടുത്തിട്ട് പറയുകയാണ്, യാ ലൈതനി കുന്തു ഹാദിഹിൻ നബ്താ, ഓ, ഞാൻ ഈ സസ്യമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഈ ഒരു സസ്യമായിരുന്നു ഈ ഉമർ എന്ന മനുഷ്യനില്ലാതെ ഈ ഉമർ ഒരു സസ്യമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ ലൈതനി ലം അകുൻ ശൈആ ലൈത ഉമ്മി ലം തലിദിനി, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചത് കൊണ്ടാണല്ലോ ഈ നിലയിൽ ഞാൻ എത്തിയതെന്ന് പറഞ്ഞ് അധികാരം ഏറ്റ ഉടനെ പൊട്ടി പൊട്ടി കരയുകയായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതൊക്കെ നമ്മൾ പഠിക്കേണ്ട പാടാണ്. അധികാരത്തോടുള്ള ആക്രമൂത്ത്, അതിൻ്റെ പിന്നാലെ പോകുന്ന മനുഷ്യർ, ഇതൊക്കെ ചിന്തിക്കേണ്ടതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് കളക്ഷനൊക്കെ നടക്കും.
എല്ലാവരും നമ്മുടെ ഈ സംരംഭത്തോട് വേണ്ട വിധത്തിൽ സഹകരിക്കണം, സഹായിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഓരോ വിഷയങ്ങളും ഇനി പറയുന്ന വിഭാഗങ്ങൾ അത് നമ്മളുമായി ഏറെ ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് പിരിയാം. ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾ ചിന്തിക്കും, നീതിമാനായ ഭരണാധികാരി എന്നല്ലേ പറഞ്ഞത്, നമ്മളൊന്നിപ്പോൾ അങ്ങനെ ഒരു ഭരണാധികാരികളിൽ പെടൂലല്ലോ, നമുക്കൊന്നും അങ്ങനെ ഒരു അധികാരമില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ മുത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ട്, കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങളിൽ ഓരോരുത്തരും ഭരണാധികാരികളാണ്, നിങ്ങളുടെ ഭരണീയരെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. എങ്ങനെയാണ് നമ്മൾ ഭരണാധികാരികളാകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ബക്കറ്റ് കറക്ഷൻ നടക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരല്പം തേൻകുപ്പികൾ നമ്മുടെ മജ്ലിസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണേ. ശിഹാബ് തങ്ങൾ തഹ്ഫീദുൽ ഖുർആൻ സെന്റർ പുല്ലൂർ ചരണി നമ്മുടെ സ്ഥാപനത്തിൻ്റെ കെയർ ഓഫിൽ ഇൻഷാ അല്ലാഹ് ഒരല്പം തേൻകുപ്പികൾ നമ്മുടെ മജ്ലിസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഈ മജ്ലിസിലെത്തിയവരൊക്കെ ഈ ഹിഫ്ലുൽ ഖുർആൻ കോളേജിൻ്റെയും ഈ മജ്ലിസിൻ്റെയും എല്ലാ ബറക്കത്തും തനിക്ക് കിട്ടണമെന്ന പ്രതീക്ഷയോടുകൂടെ ഒരു കുപ്പി തേൻ ഈ മജ്ലിസിൽ നിന്ന് കൊണ്ടുപോകണം. ഞാനിതിന് ചെറിയൊരു വില പറയുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതെന്തേന്ന് വെച്ചാൽ പരമാവധി എല്ലാവർക്കും ഒരു കുപ്പി കിട്ടണം, അതുകൊണ്ട് തന്നെ. പക്ഷെ ഒരു കാര്യം, ഇന്ന് ഈ മജ്ലിസിൽ നിന്ന് ഈ തേന് കൊണ്ടുപോകുന്നവർക്ക് ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു മരുന്നായി ഇത് മാറണം. അതിനെ നമ്മൾ മരുന്നാക്കണം. സംഗതി തേനാണ്. അള്ളാന്റെ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, യഖ്റുജു മിൻ ബുത്തൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൽ ലിന്നാസ്. തേനീച്ചയുടെ ഉദരത്തിൽ നിന്നൊരു ദ്രാവകം പുറപ്പെടുന്നുണ്ട്, അതിൽ മുഅ്മിനീങ്ങൾക്ക് ശിഫ ഉണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ മതി. എന്നാൽ അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ മജ്ലിസിൽ നിന്ന് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടിയ, ദീനിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസിൽ നിന്ന് ഈ തേൻ കൊണ്ടുപോയിട്ട് അതിൽ നിന്നൊരു തുള്ളിയെങ്കിലും കുടിക്കുന്ന ഒരാൾക്ക് ക്യാൻസർ എന്നൊരു രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടരുത്, കിഡ്നിക്കൊരു തകരാറ് റിപ്പോർട്ട് ചെയ്യപ്പെടരുത്, അയാളുടെ കയ്യോ കാലോ തളർന്ന് ഒരു ഭാഗത്ത് കിടപ്പിലാകുന്നൊരവസ്ഥ വരരുത്. അതുകൊണ്ട് എന്ത് ചെയ്യാന്നറിയോ? ഇവിടെ മജ്ലിസുന്നൂർ ചൊല്ലിയൊരു സദസ്സാണുള്ളത്. ആ ബദരീങ്ങളെ പേരിൽ ഒരു 33 തവണ നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ഈ തേനിലേക്ക് ഊതണം. ഒന്ന് ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഒരു 33 തവണ സൂറത്തുൽ ഫാത്തിഹ അസ്ഹാബുൽ ബദറിന്റെ പേരിൽ ഓതിയിട്ട് ഈ തേനിലേക്ക് ഊതണം. അതെന്തിനാ? ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാ. സൂറത്തുൽ ഫാത്തിഹ എല്ലാ രോഗത്തിനും ശിഫയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാനസിക രോഗങ്ങൾക്ക് പരിഹാരാണ്, ശാരീരിക രോഗങ്ങൾക്ക് പരിഹാരാണ്, പൈശാചിക രോഗങ്ങൾക്ക് പരിഹാരാണ്, സിഹ്ർ സംബന്ധിയായി ഏൽക്കുന്ന രോഗങ്ങൾക്ക് പരിഹാരാണ്. അങ്ങനെ ഏതെല്ലാം തരത്തിൽ എന്തെല്ലാം രോഗങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുവോ അത് ശിഫയായി കിട്ടണമെന്ന നിയ്യത്തോടുകൂടെ, അങ്ങനത്തെ രോഗമൊന്നും എൻ്റെ തടിയിലേക്ക് വരരുത് എന്ന നിയ്യത്തോടുകൂടെ 33 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ഈ തേനിലേക്ക് മന്ത്രിക്കണം ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഖുർആന്റെ അത്ഭുതം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതൊരു 114 തവണയും. 5 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് വേണ്ട. 114 എന്നുള്ള 114 തന്നെ ആവണം, 115 ആക്കണ്ട. എണ്ണം കൂട്ടണ്ട. എണ്ണത്തിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ താക്കോലിൻ്റെ പല്ല് കൂടിയാ പൂട്ട് തുറകൂലല്ലോ, അതേ പ്രകാരം അതത് പറഞ്ഞെടുത്ത് ആ അതത് നമ്മൾ പാലിക്കണം. ഖുർആനിൽ 114 ബിസ്മിയാണുള്ളത്. 113 സൂറത്തിലും ഓരോ തുടക്കത്തിൽ ബിസ്മിയാണ്. ഒരു സൂറത്തിൽ ബിസ്മില്ല, അതിനു പകരം മറ്റൊരു സൂറത്തിൽ സൂറത്തുൻ നംലിൽ 2 ബിസ്മിയാൻ. അങ്ങനെ 114 ബിസ്മിയാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. ആ ബിസ്മി പടച്ചോനെ റബ്ബേ, ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ടും ഞാൻ ഓതുന്ന ബിസ്മിയുടെ ബറക്കത്ത് കൊണ്ടും എല്ലാ രോഗങ്ങളിൽ നിന്നും എനിക്ക് സലാമത്ത് കിട്ടണം എന്നുള്ള നെയ്യത്തോടുകൂടെ 114 ബിസ്മി ഇതിലേക്ക് മന്ത്രിക്കാം. ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ ഒന്ന് കൂടിക്കൂടി വരികയാണ്. 2 ക്യാൻസർ രോഗികൾ ഇന്ന് വിളയിൽ പറപ്പൂർ എൻ്റെ അടുത്ത് വന്നു. അതിലൊരു പ്രായമുള്ളൊരു സഹോദരനാണ്. അടിവയറിന് ക്യാൻസർ ബാധിച്ചിട്ട് അതുകൊണ്ട് അയാൾ പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞ് അയാൾ കണ്ണീരൊഴുക്കി.
മറ്റൊരു സഹോദരിയും സഹോദരനും കൂടെ വന്നു. 2 ചെറിയ മക്കളുമുണ്ട്. ആ സഹോദരിക്ക് തൊണ്ടക്കാണ് ക്യാൻസർ ബാധിച്ചിട്ടുള്ളത്. റേഡിയേഷൻ കഴിഞ്ഞു. എന്നോട് പറഞ്ഞു, ഉസ്താദേ വിശന്നിട്ട് വയ്യ, ഭക്ഷണം കഴിക്കാൻ വയ്യ. ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴൊക്കെ ഈ തൊണ്ടക്കാണ് റേഡിയേഷൻ കഴിഞ്ഞുകൊണ്ട് എന്തൊരു ഇടങ്ങാറാണ്, അസ്വസ്ഥത എന്നറിയോ. വല്ലാത്തൊരു കോലാണ് ആ സഹോദരിയുടെ കോലം. കാണുമ്പം തന്നെ മനസ്സ് വിങ്ങിപ്പൊട്ടും. അള്ളാഹുവേ റബ്ബേ പടച്ചോൻ സലാമത്താക്കട്ടെ. അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളെ തൊട്ട് അള്ളാഹു പൂർണ്ണമായ കാവൽ നമുക്കെല്ലാവർക്കും നൽകട്ടെ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഉളൂഓടുകൂടെ മനസ്സറിഞ്ഞ് 33 തവണ സൂറത്തുൽ ഫാത്തിഹ ഇതിലേക്ക് മന്ത്രിക്കണം. 114 തവണ ബിസ്മിയും മന്ത്രിക്കണം. എന്നിട്ടൊന്ന് ശ്രദ്ധിക്കണേ, വെറും വയറ്റിൽ കഴിക്കുക. അതൊന്നിരിക്കെ തേൻ അങ്ങനെ തന്നെ കഴിക്കുക. അല്ലെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ തേൻ ഒഴിച്ചിട്ട് ആ വെള്ളം കുടിക്കുക. രണ്ടായാലും ശരി. ഇൻഷാ അള്ളാ ഇത് നമുക്ക് വലിയ മുതൽക്കൂട്ടാവണം. നിങ്ങളൊരു 7 തവണ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ എല്ലാവരും ചൊല്ലി. നമ്മൾ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ചേർന്ന് 7 തവണ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് ചൊല്ലി ഇത് കൊണ്ടുപോകുന്നവർക്ക് ഇത് പൂർണ്ണമായൊരു ശിഫയായി കിട്ടാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യുക. ചൊല്ലി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. اللهم يا رب جبريل ويا رب ميكائيل ويا رب إسرافيل ويا رب عزرائيل ويا رب محمد صلى الله عليه وسلم ഞങ്ങൾ ചൊല്ലിയ തസ്ബീഹ് സ്വീകരിക്കണമേ അല്ലാ. ഇത് കബൂലാക്കണമേ അല്ലാ. ഈ തസ്ബീഹിന്റെ ബറക്കത്ത് കൊണ്ടാണ് യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആ തസ്ബീഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ തേടുകയാണ്. ഈ മജ്ലിസിൽ നിന്ന് പ്രതീക്ഷയോടെ ഈ തേന് വാങ്ങിക്കൊണ്ടുപോകുന്നവർ എന്ത് ഉദ്ദേശ ലക്ഷ്യം വെച്ചാണോ അത് കഴിക്കുന്നത്, ആ ഉദ്ദേശ ലക്ഷ്യം നിറവേറ്റണമേ അല്ലാ. ക്യാൻസർ എന്ന മഹാമാരിയെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. കിഡ്നിയുടെ തകരാറുകളെ തൊട്ട് കാക്കണേ അല്ലാ. വാൾവിന്റെ അസുഖങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. ഇത് കഴിക്കുന്ന മക്കൾക്കും കഴിക്കുന്നവർക്കൊക്കെയും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഗ്രാഹ്യശക്തിയും നൽകണമേ അല്ലാ. ഇലാഹായ റബ്ബേ, പരീക്ഷകളൊക്കെ അടുത്ത് വരികയാണ്. ഞങ്ങളെ മക്കൾക്ക് നല്ല ഓർമ്മശക്തി കിട്ടാനും പഠനത്തോട് താല്പര്യമുണ്ടാവാനും പഠിച്ച കാര്യങ്ങളൊക്കെ പരീക്ഷ എഴുതി ഫലിപ്പിക്കാനുമുള്ള കഴിവിനിത് കാരണമാക്കണമേ റബ്ബേ. ഒരു ഭാഗം കുഴഞ്ഞൊരു ഭാഗത്ത് കിടപ്പിലാകേണ്ടൊരവസ്ഥ ഇതിൽ നിന്നൊരു തുള്ളിയെങ്കിലും കഴിക്കുന്നവർക്കാർക്കും വരുത്തരുതേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഞാനിതിന് 2 വില പറയും. 500 കഴിയുന്നവർ 500 കൊടുക്കുക. അതിന് കഴിയില്ലെങ്കിൽ 200 ഇൻഷാ അല്ലാ. 500 കഴിയുന്നവർ ഈ ഒരു മജ്ലിസിൻ്റെ ഒരു ഹുർമത്ത് പാലിച്ച് പരിഗണിച്ച് ഒരു സ്ഥാപനത്തിലേക്കാണെന്ന് നിയ്യത്ത് ചെയ്ത് 500 കഴിയുന്നവർക്ക് 500 വാങ്ങാം. അതിനൊന്നും കഴിയൂല. പക്ഷേ ഈ മജ്ലിസിൽ നിന്ന് തേന് കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ സങ്കടമാണ്. ഒരു 200 കഴിയുള്ളൂ. എന്നാൽ 200 ഇൻഷാ അല്ലാ. ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വരി വരി, ആവശ്യമുള്ളവർ വേണ്ട പോരി. അങ്ങ് ഓരോ നൃത്തം കൊടുത്താൽ
അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. അള്ളാഹു അത് കൊണ്ടുപോകുന്നവർക്കൊക്കെ ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ ഏറ്റവും നല്ല മരുന്നാക്കി കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ വഴുകണ്ട, പിന്നെ കിട്ടിയില്ല എന്നുള്ള സങ്കടം ഉണ്ടാവേണ്ട. ആവശ്യമുള്ളവർ പെട്ടെന്ന് അങ്ങ് പോരി. മാഷാ അല്ലാഹ്. അള്ളാഹു അത് വാങ്ങുന്നവർക്കൊക്കെ വലത് കയ്യിൽ കിതാബ് വാങ്ങാൻ തൗഫീക്ക് നൽകട്ടെ. ക്യാഷിപ്പില്ലെങ്കിൽ നിങ്ങൾ പിന്നെ കൊടുത്താൽ മതി, അതൊന്നും പ്രശ്നമാക്കണ്ട. ഒരു കുപ്പി എല്ലാ സഹോദരന്മാർക്കും ഇവിടുന്ന് കിട്ടണം. ക്യാഷ് നിങ്ങൾ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ സൗകര്യം പോലെ പിന്നീട് കൊടുത്തോളൂ. നാളെ നമ്മളെ മജ്ലിസ് ഉണ്ട്, ഇല്ല അത് കഴിഞ്ഞിട്ട് സൗകര്യം പോലെ കൊടുക്കാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം തീർച്ചയായും ഒരു 33 തവണ അതെണ്ണം തെറ്റാതെ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടതിലേക്ക് മന്ത്രിക്കണം. അതേ പ്രകാരം 114 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അക്ഷരശുദ്ധിയോടുകൂടെ അതിലേക്ക് മന്ത്രിക്കണം. ഇൻഷാ അള്ളാഹ് തീർച്ചയായും അതിന് ഫലം ലഭിച്ചിരിക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ അർത്ഥത്തിലും നമുക്ക് ഉപകരിക്കുന്നൊരു മരുന്നാക്കി അത് മാറ്റട്ടെ. പല രോഗങ്ങളെ കൊണ്ടും പ്രയാസപ്പെടുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നിരന്തരം ഹോസ്പിറ്റലും മരുന്നും ടെസ്റ്റുകളും ചികിത്സകളുമായി കഴിയുന്നവരുണ്ട്. അള്ളാഹു സലാമത്ത് നൽകട്ടെ. എല്ലാവരും ആമീൻ പറഞ്ഞേക്ക്. ഈ മജ്ലിസിൽ നിന്ന് അത് കൊണ്ടുപോയിട്ട് വെറുതാവാൻ പാടില്ല. പടച്ചോനെ റബ്ബെ, നീ ഇതേറ്റവും വലിയ മുതൽക്കൂട്ടാക്കണമേ റബ്ബെ. ഇതെല്ലാ അർത്ഥത്തിലും ഉപകരിക്കുന്ന ഏറെ ഫലം ചെയ്യുന്ന മരുന്നുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ റബ്ബേ. പറ്റാവുന്നവരൊക്കെ ഒരു കുപ്പി വാങ്ങണം. നമ്മുടെ മക്കൾക്കൊക്കെ പരീക്ഷകളൊക്കെ അടുത്ത് വരികയാണ്. പ്രത്യേകിച്ച് കുറേ പാഠഭാഗങ്ങളൊക്കെ ഓൺലൈനിലായതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പല അർത്ഥത്തിലും നമ്മുടെ മക്കളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് ഒരു പരിഹാരമാവണം. അള്ളാഹു അങ്ങനെ പരിഹാരമാക്കി തരട്ടെ. 33 തവണ ഓരോ ഫാത്തിഹയും ഓതുമ്പോൾ നമുക്ക് നിയ്യത്ത് ചെയ്യാം. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറിക്കിട്ടാൻ, നമ്മൾ ഭയപ്പെടുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ, നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടാൻ, പൈശാചിക ശർറിൽ നിന്ന് രക്ഷ ലഭിക്കാൻ, വസ്വാസ് കൊണ്ടുള്ള പ്രയാസങ്ങൾ തീർന്നു കിട്ടാൻ, സംശയരോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് മാറിക്കിട്ടാൻ, വീട്ടിൽ സന്തോഷവും സമാധാനവും സലാമത്തും ഉണ്ടാവാൻ, അതൊക്കെ മനസ്സിൽ നിയ്യത്ത് ചെയ്തിട്ട് ആ തേനിലേക്ക് സൂറത്തുൽ ഫാത്തിഹയല്ലേ ഷിഫ മിൻ കുല്ലി ദാ, എല്ലാ രോഗത്തിനും ഷിഫയാണെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നതല്ലേ. ഇൻഷാ അള്ളാഹ് അതുകൊണ്ട് 500 കഴിയുന്നവർ 500 കൊടുത്തൊരു കുപ്പി വാങ്ങിക്കോളൂ. 500-നൊന്നും കഴിയൂല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വളരെ മോശമാണ്. പക്ഷെ തേന് കിട്ടാതിരിക്കുന്നത് സഹിക്കാൻ കഴിയൂല. അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നവരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ഉദ്ദേശിച്ചാണ് 200 ആണെങ്കിൽ 200 അത് കൊടുത്തിട്ട് നിങ്ങളത് വാങ്ങിക്കോളൂ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ അർത്ഥത്തിലും നമ്മളെ വിജയിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു പരിഹരിക്കട്ടെ. സഹോദരിമാർക്കും പരമാവധി ഒരു കുപ്പി എത്തിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തിൽ ഒരു വിഭാഗത്തെ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ വിഭാഗമാരാണ്? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, ഇലാഹായ റബ്ബിന്റെ മാർഗത്തിലായി യുവത്വം ചെലവഴിച്ച യുവാക്കൾ, യുവത്വം അല്ലാഹുവിന്റെ മാർഗത്തിൽ അവന്റെ പൊരുത്തത്തിലായി ചെലവഴിച്ചവർ, അവർക്ക് നാളെ അർശിന്റെ തണൽ ലഭിക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രായമായിട്ട് അമൽ ചെയ്യുന്നത് പോലല്ല യുവത്വത്തിൽ ചെയ്യുന്ന അമൽ. യുവതിയാണെങ്കിലും യുവാവാണെങ്കിലും ആരോഗ്യമുള്ള സമയത്ത് ചെയ്യുന്ന ഇബാദത്തിന് അള്ളാഹു പ്രത്യേകമായ പരിഗണന നൽകും. ഒരു ചെറുപ്പക്കാരൻ ആരാധനയിൽ കഴിഞ്ഞുകൂടുമ്പോൾ അള്ളാഹു മലക്കുകളോട് അഭിമാനത്തോടുകൂടെ വിളിച്ചു പറയുമത്രേ, മലക്കുകളെ കണ്ടില്ലേ, എനിക്ക് ഇബാദത്ത് ചെയ്യുന്ന ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരിയെ കണ്ടില്ലേ, ഇന്നല്ലാഹ യുബാഹി ബിശ്ശാബിൽ ആബിദ്,
ആരാധനാ തൽപരനായ യുവാവിന്റെ കാര്യത്തിൽ ഇലാഹായ റബ്ബ് മാലാകമാരോട് അഭിമാനം പറയുമല്ലോ. ഫയഖൂലു, അല്ലാഹു പറയുമത്രേ, അയ്യുഹശാബ് അത്താരികു ശഹവതഹു ലിഅജലി അൽ മുബ്ദിലു ശബാബഹു ലി അംത ഇൻദി കബഅലി മലായികതി. ഒരു ചെറുപ്പക്കാരൻ ഇബാദത്തിൽ കഴിയുമ്പോൾ, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുമ്പോൾ, അള്ളാഹ്ക്ക് വേണ്ടി ഖുർആൻ ഓതുമ്പോൾ, അള്ളാഹ്ക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ നടത്തുമ്പോൾ മലക്ക് അള്ളാഹു വിളിച്ചു പറയും, ഓ ചെറുപ്പക്കാരാ, അത്താരികു ശഹവതഹു ലിഅജലി, എടാ എനിക്ക് വേണ്ടി ശരീരത്തിന്റെ ഇച്ഛകളും താല്പര്യങ്ങളൊക്കെ ഒഴിവാക്കിയവനെ, അൽ മുബ്ദിലു ശബാബഹു ലി, എനിക്ക് വേണ്ടി യുവത്വത്തെ ചെലവഴിച്ചവന്, അന്ത ഇൻദി കബഅലി മലായികതി, നിനക്ക് ഞാൻ നൽകുന്ന സ്ഥാനം എത്രയാണെന്നറിയോ? എൻ്റെ ചില മലക്കുകളുടെ സ്ഥാനമാണ്, പരിഗണനയാണ് നിനക്ക് ഞാൻ നൽകുന്നത് എന്ന് ഇലാഹായ റബ്ബ് ആ ചെറുപ്പക്കാരനെ വിളിച്ച് മലക്കുകളെ സാക്ഷിയാക്കി പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ആരോഗ്യമുള്ള സമയം എങ്ങനെങ്കിലും വേണ്ടി ചെലവഴിക്കാൻ ചിന്തിക്കാൻ പാടില്ല. നാളെ റബ്ബിന്റെ കോടതിയിൽ ആദ്യമായി നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്ന അനുഗ്രഹം ഏതാണ്? അള്ളാഹു നിങ്ങൾക്ക് ചെയ്തെന്ന നിഅമത്ത് എണ്ണി തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയൂല എന്ന് പറഞ്ഞില്ലേ? ശരി, ആ നിഅമത്തുകളിൽ ആദ്യമായി നമ്മളിൽ ഓരോരുത്തരോടും ചോദ്യം ചെയ്യപ്പെടുന്ന നിഅമത്ത് ഏതാ? അത് ആരോഗ്യത്തെക്കുറിച്ചാണ്. എടോ, നിനക്ക് ആരോഗ്യം തന്നിട്ട് ആ ആരോഗ്യത്തെ നീ എങ്ങനെ ചെലവഴിച്ചു? അതാണ് ചോദ്യം. ഖിയാമനാളിൽ അടിമയോട് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത്, അലം നുസഹിഹ് ലക ജിസ്മക, നിനക്ക് നല്ല ആരോഗ്യമുള്ളൊരു ശരീരം ഞാൻ തന്നിരുന്നില്ലേ? എന്നിട്ട് നിനക്ക് ആരോഗ്യമുള്ളൊരു ടൈം, ആരോഗ്യമുള്ളൊരു സമയം, യുവത്വം ഞാൻ തന്നിരുന്നു. എന്നിട്ട് ആ യുവത്വത്തെ നീ എങ്ങനെ, ഏത് നിലയിൽ ചെലവഴിച്ചു? ഇതായിരിക്കും ഒന്നാമത്തെ ചോദ്യം എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ചെയ്യാൻ പറഞ്ഞത് ചെയ്താൽ മാത്രം പോരാ, ഒഴിവാക്കാൻ പറഞ്ഞത് ഒഴിവാക്കാനുള്ള മനസ്സുകൂടി കാണിക്കണം. ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്യും, അതോടൊപ്പം ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യും. ഇന്നിപ്പോൾ അങ്ങനെയാണ്. നിസ്കരിക്കുന്നവർ തന്നെ പലരും ഹാൻസിന് അടിമകളാണ്. നിസ്കരിക്കുന്നവർ തന്നെ പലരും, ചെറുപ്പക്കാർ, കുട്ടികൾ പോലും. എന്നോട് കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിന് വന്നപ്പോൾ ഒരു കുടുംബം പറഞ്ഞു, ഉസ്താദെ വലിയ വിഷമത്തിലാണ്, വലിയ സങ്കടത്തിലാണ്. എന്തേ കാര്യം എന്നറിയോ? മകൻ്റെ പാൻറ് അലക്കുമ്പോൾ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ചെറിയൊരു പാക്കറ്റ് കിട്ടി. എന്താ സംഭവം എന്നറിയോ? അന്വേഷിച്ച് നോക്കുമ്പോൾ ഹാൻസാണത്രേ. എൻ്റെ മകന് 15 വയസ്സാണ്. അവൻ്റെ പാൻറ് അലക്കാനെടുത്തപ്പോൾ പോക്കറ്റിൽ എന്തോ ഒരു കടിപ്പ് ഇത് കണ്ടു. അപ്പോൾ നോക്കുമ്പോൾ എന്താ, ആ പാക്കറ്റിൽ ഒരു ഹാൻസിൻ്റെ ആ പോക്കറ്റിൽ ഹാൻസിൻ്റെ ഒരു പാക്കറ്റാണ്. വല്ലാത്ത വേദന തോന്നിപ്പോയി. മോൻ നിസ്കരിക്കും, സുബ്ഹിക്ക് പോലും എഴുന്നേറ്റ് നിസ്കരിക്കുന്ന മോനാണ്. കൂട്ടുകാരന്മാരിലൂടെ ഇങ്ങനെയുള്ളൊരു കെണിയിൽ എൻ്റെ മകൻ പെട്ടുപോയിട്ടുണ്ട് എന്ന് അന്വേഷണത്തിൽ പിന്നെ മനസ്സിലായി. അത് മുതൽ ചോറും കഞ്ഞൊന്നും കുടിക്കാൻ പോലും വയ്യ, വല്ലാത്തൊരു തളർച്ച ബാധിച്ചിരിക്കുന്നു. സത്യം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു അങ്ങനെയുള്ള തിന്മകളിൽ നിന്ന് നമ്മയും നമ്മുടെ സമുദായത്തെയും നമ്മുടെ പൊന്നു മക്കളെയും കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചെയ്യാൻ പറഞ്ഞത് ചെയ്യൽ മാത്രമല്ല, ഒഴിവാക്കാൻ പറഞ്ഞത് ഒഴിവാക്കുക എന്നത് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, ഇലാഹായ റബ്ബിന്റെ മാർഗത്തിലായി യുവത്വം ചെലവഴിച്ചവർ, യുവതീ യുവാക്കൾ. മൂന്നാമത്തെ വിഭാഗമായി ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്, വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. വറജുലുൻ, ഒരു മനുഷ്യൻ, ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, അവന്റെ ഹൃദയം എപ്പോഴും മസ്ജിദുമായി ബന്ധമുണ്ട്. സുജൂദിന്റെ കേന്ദ്രങ്ങളുമായി, സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മസ്ജിദ്, മസാജിദ് എന്ന് പറഞ്ഞാൽ മസ്ജിദിന്റെ ബഹുവചനം. മസ്ജിദ് എന്നാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം. സുജൂദ് ചെയ്യുന്ന സ്ഥലവുമായി എപ്പോഴും ഹൃദയത്തിന് ബന്ധമുള്ളയാൾ, പള്ളികളുമായി ബന്ധമുള്ള പുരുഷന്മാർ,
നിസ്കാരവുമായി വലിയ ബന്ധമുള്ള സഹോദരിമാർ ഇവർക്കൊക്കെയും അർശിന്റെ തണൽ ലഭിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവെ, ഒരു വഖത്ത് പോലും ഖലാ ആവാതെ നേരത്തിന് നിസ്കരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഒരൊറ്റ വഖത്ത് നമ്മൾ മനഃപൂർവ്വം ഖലാ ആക്കിയാൽ ആ നിസ്കാരത്തിൻ്റെ ശാപമേറ്റ് പല തെമ്മാടിത്തരത്തിലും നമ്മൾ പെട്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വഖത്ത് നിസ്കാരം അത് സാരല്ല, നിസ്കരിക്കാലോ എന്ന് കരുതി നിസാരമാക്കി ഖലാ ആക്കി ഒഴിവാക്കിയാൽ ആ നിസ്കാരത്തിന് ശാപമുണ്ടാകും. ആ ശാപമേറ്റിട്ട് പല തിന്മകളിലും നമ്മൾ പെട്ടുപോകും. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന ആയത്ത് വിശദീകരിക്കവേ അസ്ർ നിസ്കാരം എന്ന ഒരു തഫ്സീർ കൊടുത്ത് പറയുന്നുണ്ട്, ഒരു പെണ്ണ് ഒരു അസ്ർ നിസ്കാരം ഒഴിവാക്കിയ കാരണത്താൽ ഒരുപാട് തമ്മാടിത്തരത്തിന് അടിമപ്പെട്ടു പോയൊരു സംഭവം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കൊരു സൽക്കാരം ഉണ്ടെങ്കിൽ അന്ന് പലർക്കും നിസ്കാരമില്ല, ഒരു കല്യാണം ഉണ്ടെങ്കിൽ അന്ന് പലർക്കും നിസ്കാരമില്ല, ഒരു നോമ്പ് തുറണ്ടെങ്കിൽ പോലും അന്ന് പെണ്ണുങ്ങൾക്ക് പലർക്കും മഗ്രിബ് നിസ്കാരം ഖലാ ആണ്. ഇനിയിപ്പോൾ റമളാനൊക്കെ നമ്മിലേക്ക് സമാഗതമാവുകയാണ്, വീട്ടിൽ നോമ്പ് തുറ നടത്തുകയാണെങ്കിൽ അന്ന് മഗ്രിബ് പെണ്ണിനില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സഹോദരാ സഹോദരി ശ്രദ്ധിക്കണം. അന്നംറഅതൻ കാനത് തസീഹു ഫീ സികകിൽ മദീന. ഒരു ദിവസം മദീന അങ്ങാടിയിൽ വെച്ചൊരു പെണ്ണതാ നിലവിളിക്കുകയാണ്. ഒരു പെണ്ണ് വല്ലാതെ ശബ്ദിക്കുകയാണ്. എന്താണ് ആ പെണ്ണ് വിളിച്ചു പറയുന്നതെന്നറിയോ? ദല്ലൂനി അലൻ നബി. ഏയ് ദല്ലൂനി അലൻ നബി. എവിടെയാണ് മുഹമ്മദ് നബി? എവിടെയാണ് മുഹമ്മദ് നബി? എനിക്ക് മുഹമ്മദ് നബിയെ കാണണം, മുഹമ്മദ് നബിയോട് സംസാരിക്കണം. സാധാരണ വർത്താനല്ല, ആ പെണ്ണ് അത്യുച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. അപ്പോൾ ചില ആളുകൾ മുത്തുനബിയുമായി ബന്ധപ്പെട്ടു റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ ഏതാണെന്നറിയൂല, ഒരു പെണ്ണുണ്ട് അങ്ങാടിയിൽ വെച്ച് വല്ലാതെ ശബ്ദമുണ്ടാക്കുന്നു, അവൾ അന്വേഷിക്കുന്നത് നിങ്ങളെയാണ്, നിങ്ങളോടെന്തോ കാര്യങ്ങൾ പറയാനുണ്ടത്രേ. ഉടനെ മുത്ത് റസൂൽ പറഞ്ഞു, ഏതാണ് ആ പെണ്ണ്? ഇങ്ങോട്ട് കൊണ്ടുവരൂ, അവളോട് ഇങ്ങോട്ട് വരാൻ പറയൂ. ഹബീബായ നബിയുടെ നിർദ്ദേശമനുസരിച്ച് ആ പെണ്ണിനെ കൊണ്ടുവന്നു. അള്ളാന്റെ റസൂല് ചോദിച്ചു, വല്ല പെണ്ണേ, അങ്ങാടിയിൽ നിന്ന് ഉച്ചത്തിൽ നീ എന്നെ അന്വേഷിച്ചു എന്ന് കേട്ടല്ലോ, ശരിയാണോ? വഇദാ റുഫിയൽ ഹയാഉ മിനൻ നിസാ ഫംതളിറുസ്സാ. പെണ്ണിന്റെ ലജ്ജ ഉയർത്തപ്പെട്ടാൽ നിങ്ങൾ ഖിയാമത്ത് നാൾ പ്രതീക്ഷിക്കൂ എന്നാണ്. പെണ്ണിന്റെ ലജ്ജ ഉയർത്തപ്പെടുക, പെണ്ണിന് നാണമില്ലാതെ വരിക, ഇത് ആഖിറുസ്സമാന്റെ അലാമത്താണ്. അങ്ങാടിയിൽ ആണുങ്ങൾ തടിച്ചുകൂടുന്ന സ്ഥലത്ത് അത്യുച്ചത്തിൽ നീ എന്നെ അന്വേഷിച്ചു എന്ന് കേട്ടല്ലോ. ആ പെണ്ണപ്പൊ കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, നബിയെ ശരിയാണ്, ശരിയാണ്, ഞാൻ അങ്ങാടിയിൽ വെച്ച് ഉച്ചത്തിൽ നിങ്ങൾ അന്വേഷിച്ചു. നബിയെ അങ്ങാടിയാന്നുള്ളൊരു ഓർമ്മയും ബോധമൊന്നും എനിക്കില്ലായിരുന്നു. ആ നിലക്കെൻ്റെ മനസ്സ് മരവിച്ചിരിക്കാൻ. എന്റെ മനസ്സിൽ എന്നെ വല്ലാതെ അലട്ടുന്ന ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. അതുകൊണ്ടാണ് നബിയേ പരിസരം മറന്ന് ഞാൻ അങ്ങനെ ചോദിച്ചു പോയതെന്നോട് ക്ഷമിക്കണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, പെണ്ണെ നീ പറ, എന്താ നിന്റെ പ്രശ്നം? ആ സമയത്ത് ഹബീബായ നബിയോട് ആ പെണ്ണ് കണ്ണ് നിറച്ച് പറയുകയാണ്, നബിയേ അന്നി സൗജി ഫസനൈതു യാ റസൂലല്ലാഹ് ഫജാഅനി വലദും മിനസ്സിനാ വഅൽഖൈതുൽ വലദ ഫീ ദിന്നിൻ മിനൽ ഖല്ലി ഹത്താ മാതാ സുമ്മ ബിഅതുഹു യാ റസൂലല്ലാഹ്. നബിയെ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ പറയാതിരിക്കാൻ വയ്യ. എന്തേ കാര്യം എന്നറിയോ? ഗാബ അന്നി സൗജി ഫസനൈതു യാ റസൂലല്ലാഹ്. എൻ്റെ ഭർത്താവ് വിദേശത്ത് പോയി. ആ സമയത്ത് പരിസരത്തുള്ള ഒരാളുമായി ഞാൻ സ്നേഹത്തിലായി, ബന്ധത്തിലായി. ഫസനൈതു യാ റസൂലല്ലാഹ്, അയാളുമായി ഞാൻ വ്യഭിചാര ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി നബിയെ. ഫജാഅനി വലദും മിനസ്സിനാ, ആ വ്യഭിചാരത്തിൽ എനിക്കൊരു കുട്ടിയുണ്ടായി നബിയെ. കേൾക്കണോ? ഫഅൽഖൈതുൽ വലദ ഫീ ദിന്നിൻ മിനൽ ഖല്ലി, ആ കുട്ടിയെ ഞാനൊരു സുർക്കയുടെ ടിന്നിലിട്ട് വെച്ചു.
ഹത്താ മാതാ, സുർക്കയുടെ ടിന്നിൽ കിടന്ന ആ കുട്ടി മരണപ്പെട്ടു. ഞാൻ കുഴി കുത്തി കുട്ടിയെ കുഴിച്ചു മൂടി നബിയേ. സുമ്മ ബിഅ്തുഹു യാ റസൂലല്ലാഹ്, പിന്നീട് ആ സുർക്ക ഞാൻ മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്തു നബിയേ. ഇതൊരു കുട്ടി കിടന്ന് മരണപ്പെട്ട സുർക്കയാണെന്നറിഞ്ഞാൽ ഒരാളും ഇത് വാങ്ങില്ല എന്ന കാര്യം ഉറപ്പാണല്ലോ. ആ സത്യം ഞാൻ മറച്ചു വെച്ച് സുർക്കയെ ഞാൻ മറ്റൊരാൾക്ക് വിറ്റു. നബിയെ, ഭർത്താവിനെ വഞ്ചിച്ചു. ഭർത്താവ് വിദേശത്ത് പോയപ്പോൾ വ്യഭിചാര ബന്ധത്തിലേർപ്പെട്ടു. അതിൽ ഞാൻ ഗർഭിണിയായി പ്രസവിച്ചു. കുട്ടിയെ സുർക്കയുടെ ടിന്നിലിട്ട് കൊലപ്പെടുത്തി. കുട്ടിയെ ഞാൻ കുഴിച്ചു മൂടി. എന്നിട്ട് ആ സുർക്ക ഞാൻ മറ്റൊരാൾക്ക് വിൽക്കും ചെയ്തു. ഇപ്പതെല്ലാം കൂടി ആലോചിച്ചു നോക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേജാറ്, വല്ലാത്തൊരു വെപ്രാളം, വല്ലാത്ത ഒരു പ്രയാസം. അതുകൊണ്ട് മുത്തുനബിയെ, എനിക്ക് സമാധാനമില്ല. എനിക്കറിയേണ്ട കാര്യം ഇതാണ്. ഫഹല്ലീ മിൻ തൗബതി യാ റസൂലല്ലാഹ്, ഇലാഹായ റബ്ബിന്റെ കോടതിയിൽ എനിക്ക് തൗബ കിട്ടില്ലേ നബിയെ? അല്ലാഹു എനിക്കത് പുറത്തു തരില്ലയോ നബിയെ? ഇതറിയാത്തതിന്റെ പേരിൽ മനസ്സിൽ വെപ്രാളമാണ് നബിയെ. അങ്ങയെ കണ്ടതൊന്ന് ചോദിക്കാനാണ് ഞാൻ അങ്ങയെ തിരക്കി നടന്നത്. ഇനി കേൾക്ക്. ആ സമയത്ത് അള്ളാന്റെ റസൂല് കൊടുത്തൊരു മറുപടി ഉണ്ട്. പെണ്ണെ, തൗബന്റെ കാര്യമൊക്കെ അവിടെ കട്ടെ, തൗബല്ലാന്നൊന്നും ഞാൻ പറയണില്ല. അള്ളാഹുവിൻ്റെ തൗബയിൽ നിന്നൊരിക്കലും ആശ മുറിയണ്ട. പക്ഷേ വലാകിന്നി ലനന്തു അന്നക്കി തറക്തി സ്വലാത്തൽ അസ്രി, പെണ്ണെ, ഈ തെമ്മാടിത്തരങ്ങളൊക്കെ നിന്നിൽ നിന്ന് സംഭവിക്കാനുള്ള കാരണം നീ ഒരു അസ്ർ നിസ്കാരം ഖളാ ആക്കി. അതിൻ്റെ ശാപം നിനക്കേറ്റുപോയി. അതുകൊണ്ടാണ് ഈ തെമ്മാടിത്തരങ്ങൾ നിന്നിൽ നിന്ന് വന്നു പോയത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം